നമസ്കാരം. ആലപ്പുഴയിലെ CPM-ലെ വിഭാഗീയതയെക്കുറിച്ച് നേരത്തെ തന്നെ ചർച്ചകൾ മുളപൊട്ടിയിരുന്നു. ഇവിടെ വിഭാഗീയതയിൽ മുന്നിൽ നിൽക്കുന്ന പേരുകൾ സജി ചെറിയാൻ, ജി സുധാകരൻ തുടങ്ങിയവരുടേതാണ്. ഇവരൊക്കെ ആലപ്പുഴ ജില്ലയിലെ പ്രധാനപ്പെട്ട നേതാക്കളാണ്. പിണറായി സർക്കാരിന് ജി സുധാകരൻ ഒരു തലവേദനയായി മാറിത്തുടങ്ങുകയാണ്. സർക്കാരിലെ ദൂഷ്യങ്ങളും സ്വഭാവങ്ങളും മടി കൂടാതെ തുറന്നു പറയുകയാണ് അദ്ദേഹം. ഇടതുപക്ഷത്തിനും സർക്കാരിനുമെതിരെ രൂക്ഷ വിമർശനവുമായി മുൻ മന്ത്രി ജി സുധാകരൻ എത്തി. ഇടതുപക്ഷ സർക്കാർ അല്ലെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥർ ജനങ്ങൾക്ക് വേണ്ടി പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല എന്നും സർക്കാർ സംവിധാനം തന്നെ വലിയ പാളിച്ചയാണെന്നും അദ്ദേഹം പറഞ്ഞു. പ്രത്യക്ഷ വിമർശനത്തിന്റെ ശൈലിയിൽ പിണറായി സർക്കാരിനെ, അതായത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെയും ചില വ്യക്തികൾക്കും നേരെയാണ് അദ്ദേഹത്തിന്റെ രൂക്ഷ വിമർശനം തൊടുത്തുവിടുന്നത്. നമ്മളെ തന്നെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയാണെന്നും അത് തമ്പുരാക്കന്മാരുടെ മനോഭാവമാണെന്നും അദ്ദേഹം വിമർശിച്ചു. ഞങ്ങളൊക്കെ തമ്പുരാക്കന്മാർ, മറ്റുള്ളവൻ മോശമെന്നുമാണ് ഇവരുടെ ചിന്തയെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. കേരളത്തിൽ കൈമടക്കിയില്ലെങ്കിൽ ഒന്നും നടക്കില്ലെന്നും കൈമടക്ക് കൊടുത്തില്ലെങ്കിൽ സംസ്ഥാനത്ത് ഒന്നും ചെയ്യില്ല എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. പെൻഷൻ അപേക്ഷിച്ചാലും പാസാക്കില്ല, എന്നിട്ട് അവരുടെ വീടിനു മുമ്പിൽ ഓണക്കാലത്ത് പോയിരുന്ന് നാണം കെടുത്തി. നോട്ടീസ് ഒട്ടിച്ചപ്പോഴേ വിളിച്ചു കൊടുത്തു എന്നും അദ്ദേഹം പറഞ്ഞു. പെൻഷൻ അപേക്ഷിച്ചാലും സഖാക്കൾ പാസാക്കില്ല, അപേക്ഷ അവിടെ കിടക്കും. അപേക്ഷിച്ചാൽ ആ ദിവസം മുതൽ പെൻഷൻ നൽകണം, അപേക്ഷ കണ്ടെത്തുന്ന ദിവസം മുതലല്ല എന്ന കാര്യവും അദ്ദേഹം പറഞ്ഞു. ഇടതുപക്ഷ പഞ്ചായത്ത് പ്രസിഡന്റുമാരിൽ ചിലർക്ക് സൂക്കേട് കൂടുതലാണ്, മാർക്സിസ്റ്റുകാർ മാത്രം വോട്ട് ചെയ്താൽ ജയിക്കാനാവില്ല തുടങ്ങിയ കാര്യങ്ങളും അദ്ദേഹം പറഞ്ഞു. ഇത് പാർട്ടി പ്രവർത്തകർക്ക് കൊടുക്കുന്ന മുന്നറിയിപ്പുകളാണ്. പാർട്ടിയുടെ നിലവിലെ പ്രകടനത്തെ വിമർശിച്ച് ഒരു പാർട്ടി എങ്ങനെയാവണമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. നിലത്തെഴുത്ത് കളരി എന്നൊരു വാചകം പോലും ഏറെ പുരോഗമനം പറയുന്ന കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രിക്ക് അതറിയില്ല. ഒരു MLA-യും നിയമസഭയിൽ ഇപ്പോൾ മിണ്ടാറില്ല എന്നും അദ്ദേഹം വിമർശിച്ചു. ഞങ്ങളൊക്കെ നിയമസഭയിൽ പറഞ്ഞിട്ടാണ് ആശാ വർക്കർമാർക്ക് 1000 രൂപ ഗ്രാന്റ് മാസം നേടിയെടുത്തതെന്ന് ജി സുധാകരൻ കൂട്ടിച്ചേർത്തു. നന്ദി.